Respected cardamom planters, ஏலத்தில் ஏக்கருக்கு 1000 கிலோவுக்கு மூள் எடுக்கின்ற டெக்னாலஜி மெத்தடில் ഇത് ഫോർത്ത് വീഡിയോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫീൽഡ് വണ്ടമേട് പുറ്റടി ഭാഗത്തിലുള്ള ഒരു 20 ഏക്കർ ഫീൽഡാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് ലാസ്റ്റ് ഇയർ തൊട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഇതുവരെ ഈ തോട്ടത്തിൽ ഒരു 700 കിലോ ഈൽഡ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 400-500 കിലോ കിട്ടാൻ കായുമുണ്ട്. ഈ വർഷം എല്ലാവർക്കും ന്യായமான ഈൽഡ് കിട്ടിയത് കൊണ്ട് ഇപ്പോൾ ചിമ്പ് കുറവ്, എല്ലാവർക്കും ഭയങ്കര ചിമ്പ് കുറവുണ്ട്. അപ്പോൾ ചിമ്പ് കൂടുതൽ ഉണ്ടാക്കിയാൽ നമുക്ക് നെക്സ്റ്റ് ഇയർ നമുക്ക് ചെടിക്ക് ഒരു 3 to 4 കിലോ ചരക്ക് എടുക്കാൻ പറ്റും. ഒരു മിനിമം ഒരു 30 ചിമ്പ് മുകളിൽ പുതിയ ചിമ്പ് നമുക്ക് കാണണം. അപ്പോൾ ചിമ്പ് ഉണ്ടാക്കാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പുതിയ വേരുണ്ടാക്കാനായിട്ട് ഫസ്റ്റ് മെനറ്റോടും റാഫലും ചേർന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇനിയും കൂടെ നമുക്ക് ചെയ്ത് രക്ഷപ്പെടണം. അതോട് DAP, ഈ നോവ കമ്പനിയുടെ DAP, നോവ കമ്പനിയുടെ K41, അതോട് ഗ്രീൻ മിറാക്കിൾ ചേർത്ത് காம்பினேஷனில் நமக்கு ஒழிக்கும்போது பயங்கர சிம்பும் காசெட்டிங்கும் ஆகும். அப்போ இந்த மாதிரி நமக்கு DAP ആൻഡ് K41 ഒഴിച്ച് നമുക്ക് കൂടുതൽ ചിമ്പ് ഉണ്ടാക്കുക. മഴക്കാലത്തിൽ ഉണ്ടാകുന്ന ചിമ്പ് ഈ സമയം എല്ലാവർക്കും പുതിയ ചരം വന്നിട്ടുണ്ട്, നല്ല ചരം വന്നിട്ടുണ്ട്. അപ്പോൾ അതോട് നമുക്ക് ഈ സബ് ചിമ്പായിട്ട് നമുക്ക് ആകണം. അപ്പോൾ அந்த மாதிரி ஒரு சப்போர்ட்டட் சிம்பு சிரமிட்ட புறையில் வரணும். அது வரணுங்கில் நமக்கு ഈ പാസ്പറസും പൊട്ടാസും വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വേറെ നിങ്ങൾ പാസ്പറസ് DAP ഒഴിക്കാതെ കറക്റ്റ് നോവ കമ്പനിയുടെ DAP K41 ഒഴിച്ച് കൂടുതൽ റിസൾട്ട് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെക്സ്റ്റ് സീസണിൽ വരുന്ന അഴുകൽ കൺട്രോൾ ആക്കാനായിട്ട്, ഈ തട്ടമറിച്ചൽ കൺട്രോൾ ആക്കാനായിട്ട് ഈ ഡോക്ടർ മോണോസ് ട്രൈക്കോഡർമ വിരിഡി കോമ്പിനേഷൻ ചെയ്യാത്ത ആൾക്കാർ അതും കൂടെ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ സീസൺ തുടക്കത്തിൽ ഈ വർഷം നമുക്ക് തട്ടമറിച്ചലും അളുകളും കൂടുതൽ ഡ്രോപ്പിങ്ങും ഫിസേരിയും കൂടുതലാകും. അപ്പോൾ മണ്ണിൽ ഈ മൈക്രോബ്സ് ഡെവലപ്പ് ആക്കാനായിട്ട് ഉള്ള ഈ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ മോണോസ് ട്രൈക്കോഡർമ വിരിഡി ട്രീറ്റ്മെൻറ്റ് ആവശ്യം ചെയ്യാത്ത ആൾക്കാർ ഇമ്മീഡിയറ്റ് ചെയ്ത് തീർക്കണം. ഓക്കെ. ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് പുതിയ ചരത്തിൽ ഈ ത്രിപ്സ്, അതോട് ഈ അരുമ്പ് കരിച്ചൽ, ഈ ബാക്ടീരിയൽ പ്രശ്നം ഉണ്ട്. അപ്പോൾ ഇത് കൺട്രോൾ കറക്റ്റ് ചെയ്യണം. ഇത് ചെയ്താലേ നമുക്ക് ഈ വേടക്കാലത്തെ സെറ്റിംഗ് ആകും. സീസൺ തുടക്കത്തിലും നമുക്ക് കായ ഉണ്ടാകാനായിട്ട് വന്നിരിക്കുന്ന ഈ പുതിയ ചരം നമുക്ക് കറക്റ്റ് കൊണ്ടുപോകും. അപ്പോൾ ഈ ത്രിപ്സ് കൺട്രോൾ ചെയ്തിട്ട് ഈ ബാക്ടീരിയൽ അരുമ്പ് കരിച്ചലുണ്ടാன ഒരു സ്ട്രെപ്റ്റോമൈസിൻ ചേർന്ന വാലിഡാമൈസിൻ ചീത്ത് കില്ലെന്ന് പറയുന്ന ഒരു സാധനം മരുന്നടിക്കുമ്പോൾ ഒരു 300 മില്ലി മാത്രം ഈ ത്രിപ്സ് ബോറർ കൺട്രോൾ ആക്കാനായിട്ട് ചേർക്കുന്ന മരുന്നോട് ചേർത്ത് ഒഴിക്കണം. ഒഴിച്ച് സ്പ്രേ ചെയ്യുമ്പോൾ ഈ അരുമ്പ് കരിച്ചൽ മൊത്തം മാറും. അതോട് ഈ ത്രിപ്സും കൂടെ കൺട്രോൾ ചെയ്യുന്ന മരുന്ന് ഞാനിപ്പം പറയാം. ഈ ജനുവരി 24, 25 ആൻഡ് ജനുവരി 30, 31, ഫെബ്രുവരി 1 സമയത്തെ നമുക്ക് ഡ്രിസ്ലിംഗ് ആയിട്ട് മഴ കിട്ടാനായിട്ട് 100% ചാൻസസ് ഉണ്ട്. അതോട് മഞ്ഞും കൂടെ ഈ ലാസ്റ്റ് ഇനി നെക്സ്റ്റ് വരുന്ന ഒരു 10-15 ദിവസം ജാസ്തി ഉണ്ട്. ഉച്ച സമയത്തിനുള്ള ചൂടും കൂടെ കിട്ടും. അപ്പോൾ ഈ സമയത്തെ നമുക്ക് ഈ പാനിക്കൽ ബോറർ കൂടുതൽ അഫക്റ്റ് ചാൻസസ് ഉണ്ട്. ത്രിപ്സും കൂടെ കൂടുതൽ അഫക്റ്റ് നമുക്ക് ആകും. അപ്പോൾ ഈ നേരത്തെ കൺട്രോൾ ചെയ്ത ഈ സ്കെയിൽ കൂടെ തിരിച്ച് നമുക്ക് റീപ്രൊഡക്ഷൻ ആകാനായിട്ടും ചാൻസസ് ഉണ്ട്. ഇത് മൊത്തം കൺട്രോൾ ചെയ്യാനായിട്ട് ടി ഗോൾഡ് 5D, നോവ കമ്പനിയുടെ ടി ഗോൾഡ് 5D 100 to 125 മില്ലി, പിന്നെ മിഡ സൂപ്പർ ഇത് 30.5% ഉള്ള ഇമിഡാക്ലോപ്രിഡ് ഇത് ഒരു 60 മില്ലി. അതോട് ഈ സീത്ത് കില്ല് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സാധനം 300 മില്ലി ചേർത്ത് നിങ്ങൾ ഒഴിച്ച സ്പ്രേ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി സ്കെയിൽ, ബോറർ, പാനിക്കൽ ബോറർ, ത്രിപ്സ് മൊത്തം കൺട്രോൾ ആകും. അതോട് ഇത് കൂടെ ഡയാസിൽ എന്ന് പറഞ്ഞ ഒരു ഓർഗാനിക് ഫംഗിസൈഡ്, ഇത് പക്ക റിസൾട്ട്. ഇത് ഞാൻ ട്രയൽ കണ്ടിട്ട്
പറയുന്നതേ ഉള്ളൂ. ബട്ട് ഇത് വന്നിട്ട് ജസ്റ്റ് 200 ലിറ്റർ വെള്ളത്തിൽ നമുക്കൊരു 20 ഗ്രാം മാത്രം ഡോസ്. ഇത് ചെയ്താൽ നമുക്ക് ഇലകരിച്ചൽ, ഈ താഴെ ഉള്ള മൂത്ത ഇല പോലെ ആകി വരുന്ന ഈ തീ പിടിച്ചത് മാതിരി ഇരിക്കുന്ന ഈ ഇലകരിച്ചൽ മൊത്തം, ലീഫ് സ്പോട്ട് ഡിസീസ്, ഈ ഫിസേരിയം, അരുമ്പ് കരിച്ചൽ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു അടിപൊളി സാധനം ഈ ഡയാസിൽ. ഇത് 20 ഗ്രാം ടു കൂടുതൽ അഫക്റ്റ് ബാധിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് 30 ഗ്രാം വരെ ചേർത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്താൽ ഈ മാസം നമുക്ക് പെസ്റ്റ് ഡിസീസിൽ ഇருந்து 100% രക്ഷപ്പെടാം. നെക്സ്റ്റ്, എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ നമുക്ക് വെള്ളം ഉണ്ട് ഈ സമയത്തെ. അതോട് നമുക്ക് നെക്സ്റ്റ് മഴയും ഞാൻ പറഞ്ഞതുപോലെ കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ നനവ് വെച്ചിട്ട് നമുക്ക് ഒരു സാധനം കളക്കി ഒളിച്ചിട്ട് നെക്സ്റ്റ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഭയങ്കര ചൂട്, ഇടയ്ക്ക് മഴ കിട്ടാൻ ചാൻസസ് കാണും, ഭയങ്കര ചൂടാകും. അപ്പോൾ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്കിപ്പോൾ ആദ്യം ചെയ്യുന്ന ഈ കളക്കി ഒളിക്കുന്ന മെത്തേഡ്, ചിമ്പ് കൂടുതലുള്ള ആൾക്കാർക്ക് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ചിമ്പ് കുറവുള്ള ആൾക്കാർ ആദ്യം DAP നമുക്ക് ഒളിക്കണം. അതോട് ചിമ്പ് ന്യായമായിട്ട് ഉള്ള ആൾക്കാർ ചെയ്യുന്ന വിഷയം CN, കാൽസ്യം നൈട്രേറ്റ് 2 കിലോ, PRS, പ്ലാന്റ് റീഗറ്റേഷൻ സൊല്യൂഷൻ പൗഡർ വന്നിട്ട് 400 ഗ്രാം, അതോട് മാർവലസ് എന്ന് പറഞ്ഞ ഒരു പൊട്ടാഷ് കൂടിയ അമിനോ പ്രോഡക്റ്റ്, ഇത് ഒരു 300 ml. ഇത് 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നിങ്ങൾ ശരിക്കും ഒരു 10 ലിറ്റർ ഒഴിക്കുക. ഇത് ഒഴിച്ചാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റെമ്മ് വന്നിരിക്കുന്ന സ്റ്റെമ്മ് ഭയങ്കര സ്ട്രോങ്. ഈ ചരത്തിൻ്റെ ഈ പഴയ സ്ഥലത്തിൽ കൂടെ കാസ്റ്റ് സെറ്റിങ്ങും കൂടെ പക്കാവായിട്ടാകും. ട്രൗട്ട് റെസിസ്റ്റന്റ്, ചൂട് ഏതും നമുക്ക് ചെടിക്ക് പിടിക്കുന്നില്ല, ചെടി പച്ചയായിട്ട് നിൽക്കും. ഈ മാർവലസ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് പൊട്ടാസ് കൂടിയ ഒരു അമിനോ, അടിപൊളി എക്സലന്റ് ഏലത്തിൻ്റെ ഒരു ഗാഡ് ഗിഫ്റ്റ് ഉള്ള ഒരു സാധനം தான் ഈ മാർവലസ്. ഞാൻ ട്രയൽ കണ്ടിട്ട് ഭയങ്കര റിസൾട്ട്. ആദ്യം നിങ്ങൾക്ക് പറയുന്നത് എനിക്കും കൂടെ സന്തോഷം. ഈ മാർവലസിൻ്റെ ഈ റിസൾട്ട് കണ്ടിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. സോ ഈ മാർവലസ് CN PRS ചേർത്ത് ഒളിച്ച് ഈ സമ്മറിൽ ഇരുന്ന് രക്ഷപ്പെടുക. ഓക്കെ, ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും നോവ പ്രോഡക്റ്റ് കിട്ടാത്ത ഒരു അവസ്ഥയിലുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും വിളിക്കുന്നുണ്ട്. ഇവിടെ ഗൂഡല്ലൂരിൽ വന്നിട്ട് ഡോക്ടർ അഗ്രി ഷോപ്പിൽ മേടിക്കാനായിട്ട് പല ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. സോ കുഴപ്പമില്ല, നിങ്ങൾ വിളിച്ചാൽ മതി, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. കംപ്ലീറ്റ് ഡോർ ഡെലിവറി ഞങ്ങൾ ചെയ്യാം. 100% ഡോർ ഡെലിവറി. ചെറിയ ഓർഡർ കൊടുത്താലും ഡോർ ഡെലിവറി ഞങ്ങൾ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അതുകൊണ്ട് നെക്സ്റ്റ് നമുക്ക് ആമയാർ, ഉടുമ്പൻചോല, പൂപ്പാറ വെരി ഷൂൺ കട അവിടെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട്, ഡോക്ടർ അഗ്രി. സോ എല്ലാവർക്കും ഈസി ആയിട്ട് സാധനം നമുക്ക് കിട്ടുന്ന രീതിയിൽ ഞാൻ ഏർപ്പാടാക്കാം. സോ അതുവരെ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഓർഡർ കൊടുക്കുക, ഞങ്ങൾ സപ്ലൈ ഡോർ ഡെലിവറി ചെയ്തോളും. ഓക്കെ, ഇതുവരെ എല്ലാവരും മറന്നടിക്കുന്ന ഒരു ഡ്യൂറേഷൻ 25 to 30 ദിവസമായിരുന്നു. ഇനി 20 to 25 ദിവസത്തിൽ നമുക്ക് ഈ ത്രിപ്സും ബോററും കൺട്രോൾ ചെയ്യാനായിട്ട് അഡ്വാൻസ് ആയിട്ട് മരുന്നും കൂടെ നമുക്ക് ടൈംലി മരുന്ന് ചെയ്യണം. മറ്റവർക്ക് ചിലപ്പം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കൂടെ അത് കാലം താഴ്ത്തി ചെയ്താലും കൂടെ ഈ മരുന്ന് മാത്രം കറക്റ്റ് 20 to 25 ഡേയ്സ് ഉള്ളിൽ ചെയ്യണം. ഇത് ഒരു മെയിൻ വിഷയം. അതേപോലെ നമുക്ക് ഈ മണ്ണുപണി കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ പണിയാക്കാറ് കിട്ടാതെ കൊണ്ട് ചെയ്യാൻ ഭയങ്കര പാട്. ഓക്കെ, ഉണ്ടെങ്കിലും ഓടിച്ചുകൂടെ ഒരു മണ്ണ് നമുക്ക് ഒരു 10 തൂമ്പ മണ്ണാവത് നമുക്ക് നാളെ ശരിക്കും നടുക്ക് എടുത്ത് നമുക്ക് മണ്ണ് വിരിക്കുന്ന പണി അവശ്യം ചെയ്യണം. ഇത് മണ്ണ് വേണ്ട അങ്ങനെ ഓർക്കേണ്ട. ഈ മണ്ണ് നാളെ ശരിക്കും നടുക്ക് നമുക്ക് ഈ കവാത്ത് എറുമ്പടിച്ച ചപ്പ് ഇതിലിருந்து ഉണ്ടാകുന്ന കൂമാസ്, ഈ കമ്പോസ്റ്റ് മാതിരി ഈ മണ്ണ് എടുത്ത് ചെയ്യുന്ന പണി മണ്ണ് പണിന്ന് ഓർക്കേണ്ട. ഒരു വളം ഇടുന്നത് മാതിരി നിങ്ങൾ ഓർക്കണം. ഓർത്ത് ഈ വേര് മാത്രം മൂടി പിന്നെ നിങ്ങൾ കവാത്തെടുത്ത് ഈ ചപ്പ് കൊണ്ട് പുതയിട്ട് വെള്ളം അടി തുടങ്ങണം. ഇതും കൂടെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതുപോലെ ഈ മാസം നിങ്ങൾ പെസ്റ്റ് ഡിസീസ് കൺട്രോൾ ചെയ്തിട്ട് അതോട്
ട്രൗട്ട് റെസിസ്റ്റൻ്റ് കൊണ്ടാണ് ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് കൂടുതൽ സിംബ് ഉണ്ടാക്കി നെക്സ്റ്റ് നമുക്ക് 1 മന്ത് രക്ഷപ്പെടണം അങ്ങനെ ഓർത്ത് ഈ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. താങ്ക് യു റെസ്പെക്റ്റഡ് ഗഡമം പ്ലാന്റേഴ്സ്. താങ്ക് യു.